ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഏതൊരു KKR ആരാധകനും ആഗ്രഹിച്ചതുപോലൊരു മത്സരമായിരുന്നു ഇന്നലത്തേത്. ബാറ്റിംഗ് കരുത്തിന് പേര് കേട്ട സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഈഡൻ ഗാർഡൻസിൽ 80 റൺസിന് തോൽപ്പിച്ചിരിക്കുന്നു. രാജകീയമായ നിലവിലെ ചാമ്പ്യന്മാർ എന്ന പെരുമയ്ക്ക് ചേർന്ന വിജയം. നമ്മൾ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ രണ്ട് ടീമുകൾക്കും, അതായത് KKRനായാലും SRHനായാലും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. സൺറൈസേഴ്സ് ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ KKR ഒരുവിധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത്രയ്ക്കും ഡോമിനേറ്റിംഗ് ആയാണ് KKR സൺറൈസേഴ്സിനെ തോൽപ്പിച്ചത്. മത്സരത്തിലേക്ക് വന്നാൽ നമ്മൾ ആ പിച്ചിന്റെ പേരിൽ നടന്ന വിവാദത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തങ്ങളുടെ സ്പിൻ ബോളേഴ്സിന് തുടങ്ങുന്ന പിച്ച് വേണമെന്ന് ഈഡൻ ഗാർഡൻസിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിന് ശേഷം അജിൻക്യ രഹാനെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ താൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈഡൻ ഗാർഡൻസിലെ പിച്ചിന് യാതൊരു വ്യത്യാസവും സംഭവിക്കില്ല എന്നാണ് അന്ന് ക്യൂറേറ്റർ പറഞ്ഞത്. അത് വിവാദവുമായി. കാരണം ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ നടക്കുന്ന IPL പോലൊരു ടൂർണമെന്റിൽ ഹോം അഡ്വാൻറ്റേജ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇന്നലത്തെ മത്സരത്തിൽ ടോസിനെത്തിയ രഹാനയോട് പ്രസന്റർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് തന്നെയാണ്. അതിന് രഹാനെ നൽകിയ ഉത്തരം, ഈ പിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത് തങ്ങളുടെ ബോളേഴ്സിന് തുണയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ്. രഹാനയുടെ ആ അഭിപ്രായം ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. ടോസ് നേടിയ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് KKRനെ ബാറ്റിംഗിന് അയക്കുകയാണ് ചെയ്തത്. ഈഡൻ ഗാർഡൻസിൽ ഒരുവിധപ്പെട്ട ക്യാപ്റ്റന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ടോസ് നേടുക, പിന്നീട് ചേസ് ചെയ്യുക. താരതമ്യേന ചെറിയ ബൗണ്ടറികളാണ്. അതുപോലെ തന്നെ പിന്നീട് ഡ്യൂ ഉണ്ടായാൽ അത് ചേസിംഗ് ടീമിന് കാര്യങ്ങൾ അനുകൂലമാക്കും. അതുകൊണ്ടാണ് പാറ്റ് കമ്മിൻസ് ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്തത്. KKR ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ എതിർ ടീമിന്റെ നായകൻ പാറ്റ് കമ്മിൻസിനെ ഒരു 6ഓടെയാണ് സുനിൽ നരേൻ വരവേറ്റത്. അത് കണ്ടപ്പോൾ മികച്ചൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അവർക്ക് കിട്ടുമെന്ന് തോന്നിയെങ്കിലും തിരിച്ചടി നേരിട്ടു. കൃത്യമായ പ്ലാനിങ്ങോടെ ക്വിന്റൻ ഡീകോക്കിനെ സീഷൻ അൻസാരിയുടെ കൈകളിൽ കമ്മിൻസ് എത്തിച്ചു. അതിനുശേഷം സുനിൽ നരേനും കാര്യമൊന്നും ചെയ്യാനായില്ല. മൂന്നാം ഓവറിൽ തന്നെ 16-2 എന്ന നിലയിലേക്ക് KKR ചുരുങ്ങി. എന്നാൽ പിന്നീട് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയും യുവതാരം ആംഗ്രിഷ് രഘുവംശിയും ചേർന്ന് റീബിൽഡിംഗ് നടത്തി. വളരെ മികച്ച രീതിയിലാണ് അജിൻക്യ രഹാനെ കളിച്ചത്. 81 റൺസിന്റെ മികച്ചൊരു പാർട്ണർഷിപ്പ്. ഒടുവിൽ 11-ാം ഓവറിലാണ് 27 പന്തുകളിൽ നിന്ന് 38 റൺസ് എടുത്ത് അജിൻക്യ രഹാനെ പുറത്താവുന്നത്. നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ ആംഗ്രിഷ് രഘുവംശി നല്ല ഫോമിലാണെന്നും മികച്ച തുടക്കങ്ങൾ കിട്ടിയിട്ടും കൺവേർട്ട് ചെയ്യാനാവാതെ പോകുന്നത് മാത്രമാണ് ഒരു പ്രശ്നമെന്നും പറഞ്ഞിരുന്നു. ഇത്തവണ തനിക്ക് കിട്ടിയ മികച്ച തുടക്കം രഘുവംശി കൺവേർട്ട് ചെയ്തു. 32 പന്തിൽ നിന്ന് ഹാഫ് സെഞ്ചുറി. രഹാനെ പോയി തൊട്ടടുത്ത ഓവറിൽ തന്നെ രഘുവംശിയും മടങ്ങി. അതിനുശേഷമാണ് പിന്നീട് അവരുടെ ഈ ഒരു ഇന്നിംഗ്സ് തന്നെ മാറ്റിമറിച്ച കൂട്ടുകെട്ടുണ്ടാവുന്നത്. റിങ്കു സിംഗ്, വെങ്കടേഷ് അയ്യർ. തുടക്കം പതിഞ്ഞ താളത്തിൽ ശ്രദ്ധയോടെയാണ് വെങ്കടേഷ് അയ്യർ തുടങ്ങിയത്. എന്നാൽ പിച്ചുമായി ടേംസിലായതോടെ വെങ്കടേഷ് അയ്യർ എക്സ്പ്ലോഡ് ചെയ്തു എന്ന് വേണം പറയാൻ. അവസാന 4 ഓവർ വെങ്കടേഷ് അയ്യറും റിങ്കു സിംഗും ചേർന്ന് തകർത്തടിച്ചു. സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റനായ ഏറ്റവും മികച്ച ബോളറായ പാറ്റ് കമ്മിൻസിനെ പോലും യാതൊരു ദയവുമില്ലാതെയാണ് വെങ്കടേഷ് അയ്യർ നേരിട്ടത്. അങ്ങനെ വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും തകർത്താടിയപ്പോൾ അവസാന 4 ഓവറിൽ KKRന് ലഭിച്ചത് 66 റൺസാണ്. ഒരു ഘട്ടത്തിൽ 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 113 എന്ന നിലയിലായിരുന്ന KKR ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തു. അതിന് നന്ദി പറയേണ്ടത് വെങ്കടേഷ് അയ്യരുടെ ആ എക്സ്പ്ലോസീവ് നോക്കിനോടാണ്. ഈഡൻ ഗാർഡൻസിൽ നടന്ന കഴിഞ്ഞ മത്സരത്തെ വെച്ച് നോക്കുമ്പോൾ പിച്ച് കുറച്ച് സ്ലോ ആയിരുന്നു, കുറച്ച് ഗ്രിപ്പിംഗ് ആയിരുന്നു. ആ ഒരു പിച്ചിൽ പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സിൽ വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ബോളിംഗ് ലൈനപ്പിനെതിരെ 200 എന്ന സ്കോർ അല്പം ബുദ്ധിമുട്ടുള്ള ചേസ് ആയിരുന്നു. അതിനാൽ തന്നെ മികച്ചൊരു തുടക്കം ഇവർക്ക് വേണമായിരുന്നു. അങ്ങനെ ഒരു ബ്ലിസ്റ്ററിംഗ് സ്റ്റാർട്ട്, അങ്ങനെ ഒരു മികച്ച തുടക്കം നൽകാൻ കെൽപ്പുള്ളവരാണ് സൺറൈസേഴ്സിന്റെ ടോപ്പ് ഓർഡർ. അത് പലവട്ടം അവർ തെളിയിച്ചതുമാണ്. ഇമ്പാക്ട് പ്ലെയറായി വന്ന വൈഭവ് അറോറയും ഹർഷിത് റാണയും ചേർന്ന് അവരുടെ ടോപ്പ് ഓർഡറിനെ ഒടിച്ചു മടക്കി. ഒരു ഘട്ടത്തിൽ സൺറൈസേഴ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. അതോടെ തന്നെ കളി കൈവിട്ടു പോയിരുന്നു. ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ചേസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു പവർ പ്ലേയിൽ തന്നെ നല്ലൊരു ബേസ് സെറ്റ് ചെയ്യണം. അവിടെ SRH ബാറ്റേഴ്സ് പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ടൊരു ക്യാച്ചിങ് അപ്പ് ഗെയിം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയായിരുന്നു. റിക്വയർഡ് റൺ റേറ്റ് കൂടി, കയ്യിൽ വിക്കറ്റുകളില്ല. അപ്പോൾ പിന്നീട് ഒരു ഘട്ടത്തിലും KKRന് ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഹാൻഡ്രിച്ച് ക്ലാസിന് ഒന്ന് ടച്ച് ആയപ്പോൾ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിക്കുമോ എന്ന് ആൾക്കാർ ഉറ്റുനോക്കിയെങ്കിലും അത് ഉണ്ടായില്ല. അത് പെട്ടെന്ന് തന്നെ അണയുകയും ചെയ്തു. അതും ഞാൻ പറഞ്ഞത് KKRനെ ഡോമിനേറ്റ് ചെയ്തു എന്നല്ല. ഇപ്പോൾ നമുക്കറിയാം ഹാരിസ് ക്ലാസിന്റെ ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം ആ ബാറ്റിൽ നിന്ന് സംഭവിക്കുമോ എന്ന് മാത്രമാണ് SRH ആരാധകർ ഉറ്റുനോക്കിയത്. അധികം വൈകാതെ ആ ഒരു പ്രതീക്ഷയും അണയുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് ആ ചേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും, അതായത് തുടക്കത്തിൽ ആ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് പിന്നീട് ആ ചേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും KKRന് ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ SRHന് കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന വൈഭവ് അറോറയും വരുൺ ചക്രവർത്തി 3 വിക്കറ്റ് വീതമാണ് വീഴ്ത്തിയത്. SRH ടോപ്പ് ഓർഡറിന്റെ മുനയൊടിച്ച വൈഭവ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചും. ഇനി SRHന്റെ ബാറ്റിംഗ് നോക്കിയാൽ ക്ലാസൻ 21 പന്തിൽ 33, അതുപോലെ കമിൻദു മെൻഡിസ് 27, പിന്നെ നമ്മുടെ നിതീഷ് റെഡ്ഡി 19, പിന്നെ പാറ്റ് കമ്മിൻസ് 14. ഈ 4 പേർക്ക് മാത്രമാണ് 2 അക്കം കടക്കാനായത്. അവരുടെ പേര് കേട്ട ടോപ്പ് ഓർഡറായ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ ഇവർക്കൊന്നും 2 അക്കം പോലും കടക്കാനായില്ല. 4-2-2 ഇതാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബോളേഴ്സിന് ഒരു ഹെൽപ്പ് കിട്ടുന്ന പിച്ചിൽ വളരെ മികച്ച രീതിയിലാണ് KKR ബോൾ ചെയ്തത്. ഇപ്പോൾ ഞാൻ നമ്മുടെ പല മത്സരങ്ങളും, അതായത് SRHുമായി ബന്ധപ്പെട്ട പല മത്സരങ്ങളിലും ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SRHനെ തോൽപ്പിക്കണമെങ്കിൽ പവർ പ്ലേയിൽ തന്നെ അവരുടെ ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഡെൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ മത്സരത്തിൽ KKR ഇപ്പോൾ ലാസ്റ്റ് 3 മത്സരങ്ങൾ നോക്കിയാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ മത്സരത്തിൽ രാജസ്ഥാൻ അതിന് പരാജയപ്പെട്ടപ്പോഴാണ് അവർ 286 എന്നൊരു ടോട്ടൽ പടുത്തുയർത്തിയത്. അത് കഴിഞ്ഞ് LSG സക്സസ്ഫുൾ ആയി, പിന്നീട് DC സക്സസ്ഫുൾ ആയി, ഇപ്പോൾ KKR സക്സസ്ഫുൾ ആയി. നമ്മളിപ്പോൾ ഓരോ മാച്ച് നോക്കിയാൽ അവരുടെ സ്കോർ താഴ്ന്നു വരികയാണ് നമ്മുടെ സൺറൈസേഴ്സിന്റെ. അതായത് വളരെ മികച്ച രീതിയിൽ പവർ പ്ലേയിൽ തന്നെ അവരുടെ ആ ഒരു ബാറ്റിംഗ് യൂണിറ്റിന്റെ മുനയൊടിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് വരുന്നവരും ആ ഒരു അപ്രോച്ച് തന്നെയാണ്, അറ്റാക്കിംഗ് തന്നെയാണ് ശ്രമിക്കുന്നതെങ്കിലും പിന്നെയും ആ ഒരു റെഗുലർ ഇന്റർവെൽസിൽ വിക്കറ്റ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഘട്ടത്തിലും കരകയറാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ഇനി ഞാനിപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ പ്രിവ്യൂ വീഡിയോയിൽ ഇവർക്ക് ഉത്തരം നൽകാനായിട്ട് നിരവധി ചോദ്യങ്ങൾ ഈ 2 ടീമുകളുടെയും മുന്നിലുണ്ടെന്ന്. അതിൽ നമ്മൾ KKRന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ KKRന്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞതാണ്, ഇവരുടെ ഒരു ഇന്ത്യൻ കോറാണ് മിഡിൽ ഓർഡർ അവർ വീണ്ടും ടീമിലെത്തിച്ചത്. അതായത് അവരുടെ കഴിഞ്ഞ വർഷത്തെ തന്നെ ഒരു കോർ തന്നെയാണ് ഇത്തവണയും ആ മിഡിൽ ഓർഡറിലുള്ളത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആന്ദ്രെ റസൽ, രമൺദീപ് സിംഗ്, ഇവരെ റൺസ് കണ്ടെത്തുന്നത് അത്രയേറെ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ തിളങ്ങി. റസലിന് അവസാനം 2 പന്ത് മാത്രമേ കിട്ടിയുള്ളൂ, രമൺദീപിനും ഇറങ്ങേണ്ടി വന്നില്ല, അപ്പോൾ അത് നമുക്ക് വിടാം. പക്ഷേ റിങ്കു സിംഗ്, വെങ്കടേഷ് അയ്യർ തിരികെ ഫോമിലേക്ക് എത്തിയത് KKRന് വലിയ ആശ്വാസമാണ്. കാരണം ആ ഒരു മിഡിൽ ഓർഡർ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ഇപ്പം വെറും 17 റൺസ് ശരാശരിയിൽ ഒരു 117 സ്ട്രൈക്ക് റേറ്റിലാണ് ഈ 4 പേരും കഴിഞ്ഞ 3 മത്സരങ്ങളായി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഇപ്പോൾ വെങ്കടേഷ് അയ്യർ തുടക്കം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് 29 പന്തിൽ നിന്നാണ് 60 റൺ എടുത്തത്, അതായത് എബോവ് 200. അതുപോലെ എബോവ് 200 സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ റിങ്കു സിംഗും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് വന്നപ്പോഴേക്കും ആ KKR ഒരു 170-180 റൺസിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ച KKRന്റെ 200 റൺസ് കിട്ടി. അതും കഴിഞ്ഞ ആദ്യത്തെ മത്സരത്തെ അപേക്ഷിച്ച് ബോളിങ്ങിനെ കുറച്ചുകൂടെ തുണയ്ക്കുന്ന പിച്ചിൽ KKRന് അത് കൃത്യമായിട്ട് ആ ഒരു ഹെൽപ്പ് വിനിയോഗിക്കാനും അത് തന്നെ ഒരു ഡോമിനേറ്റിംഗ് വിജയമാക്കി കൺവേർട്ട് ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യന് അവർ നല്ല വ്യക്തമായിട്ട് ഉത്തരം നൽകി. പിന്നെ ഓപ്പണിങ്ങിൽ ഡീകോക്കിന്റെ ഡീകോക്ക് RRനെതിരെ നന്നായിട്ട് കളിച്ചു. പക്ഷെ പിന്നീട് ഇപ്പോൾ ഇന്നലെ ഉൾപ്പെടെ ഒരു 3 കളികളിൽ ഫെയിലായിപ്പോയി. അപ്പോൾ ഇന്നലെയും കൃത്യമായ പ്ലാനിങ് ആയിരുന്നു. അതായത് ഒരു ഷോർട്ട് ബോൾ ഇട്ട് കൊടുത്ത് കൃത്യമായി പുൾ ഷോട്ടിന് അവിടെ നമ്മുടെ ഡീപ് സ്കോർ ലെഗിൽ സീഷൻ അൻസാരി നിർത്തിയിട്ടാണ് കമ്മിൻസ് അതിന് മുതിർന്നത്. ആ ഒരു വ്യക്തമായ പ്ലാൻ ആയിരുന്നു, അതിൽ വീഴുകയും ചെയ്തു. നരേനും പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് നമ്മുടെ രഹാനെ രഘുവംശിയും മികച്ച രീതിയിലാണ് കളിച്ചത്. ഒരു നല്ല റീബിൽഡിംഗ് നടത്തി. അതിനുശേഷം വന്ന റിങ്കുവും വെങ്കടേഷ് അയ്യരും കൂടി ടീമിനെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൈഭവ് അറോറയും ഹർഷിത് റാണയും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളറാണ്. പക്ഷേ വൈഭവിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത് നന്നായിട്ട് സ്വിങ് ചെയ്യിക്കുന്ന ബോളറാണ്. അതായത് നല്ല സ്വിങ് ഉണ്ട് നമ്മുടെ വൈഭവിന്. അപ്പോൾ ഒരു ഹെൽപ്ഫുൾ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ഉള്ള ബോളർ കൂടിയാണ് വൈഭവ് അറോറ. അപ്പം ഹർഷിത് റാണയും അതുപോലെ തന്നെ ഹർഷിത് റാണയ്ക്ക് വിക്കറ്റ് ടേക്കിംഗ് ഒരു നാക്ക് ഹർഷിത് റാണയ്ക്ക് ഉണ്ട്. അപ്പം അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തുടക്കം തന്നെ പടപടാന്നൊരു 3 വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എപ്പോഴും ഒരു ക്യാച്ചിങ് അപ്പ് ഗെയിമാണ്. അപ്പോൾ ബോളേഴ്സിനാണ് ഒരു മേൽക്കൈ വരുന്നത്. അപ്പോൾ പവർ പ്ലേയിൽ തന്നെ എതിരാളികളുടെ വിക്കറ്റ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, 3 വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു പവർ പ്ലേയിൽ 3 വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഒരു 70% സാധ്യത മത്സരം തോൽക്കാൻ തന്നെയാണ്. അപ്പോൾ ഇന്നലെ പവർ പ്ലേയിൽ തന്നെ അവർ 10 ഉണ്ടാക്കി. പിന്നീട് വന്ന ബോളേഴ്സും വരുൺ ചക്രവർത്തി നമുക്കറിയാം ഫോമിലാണ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മത്സരങ്ങളിലായാലും ഫോമിൽ തന്നെയാണ്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് അവർ ബോൾ ചെയ്തു കൃത്യമായിട്ട്. വളരെ ചെറിയ സ്കോറിൽ SRHന്റെ ബാറ്റിംഗ് നിര വെച്ച് നോക്കുമ്പോൾ 120 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്കോറാണ്. അപ്പോൾ നല്ലൊരു 80 റൺസിന്റെ ഒരു മാർജിനിൽ അവർക്ക് ജയിക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ആൻസർ ചെയ്തു. ഇനിയുള്ള റസലിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസലിന്റെ ബാറ്റിങ്ങിന് നമുക്ക് ഇന്നലെ ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും മിഡിൽ ഓർഡറിൽ റിങ്കു സിംഗും വെങ്കടേഷ് അയ്യരും ഫോമിൽ വന്നത് അവർക്ക് നല്ലതാണ്. ഇനി ആ ഓപ്പണിങ്ങിൽ നിന്നൂടെ സ്റ്റാർട്ട് കിട്ടിയാൽ, ഇന്നലെ ഓപ്പണിംഗ് ഫെയിലായി നമ്മുടെ ഡീകോക്ക്, നരേൻ, ആ ഒരു സ്റ്റാർട്ടൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒന്നുകൂടി സ്ട്രോങ് ആവും. ഇനിയിപ്പോൾ അതാണ് ഇനി അവർ ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവരുടെ കഴിഞ്ഞ വർഷം നൽകിയ പോലൊരു സ്റ്റാർട്ട് ഇനി അവർക്ക് എപ്പോൾ കിട്ടും? ഇതാണ് ഇനി അവർ മെയിനായിട്ട് ടാക്കിൾ ചെയ്യേണ്ട ഒരു ഇഷ്യൂ. ബാക്കിയെല്ലാം അവർ കഴിഞ്ഞ മത്സരത്തിൽ ഓൾമോസ്റ്റ് ഓക്കെ ആക്കി കഴിഞ്ഞു. ഇനി സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ആ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പവർ പ്ലേയിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞു. തുടർച്ചയായ 3ാം മത്സരത്തിലും പവർ പ്ലേയിൽ തന്നെ അവർ കളി വിട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് പവർ പ്ലേയിൽ തന്നെ അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ ഡെന്റ് വീഴ്ത്തുക, പിന്നെ റെഗുലർ ഇന്റർവെൽസിൽ വിക്കറ്റ് വീഴ്ത്തി അവരെ ഒരു ചെറിയ സ്കോറിന് ഒതുക്കുക. അപ്പോൾ LSG, DC, KKR ഈ 3 ടീമുകളും ആ ഒരു പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തു. തുടർച്ചയായ 3 തോൽവികളാണ്. അപ്പോൾ ഒന്ന് നോക്കിയാൽ സീസണിന്റെ തുടക്കത്തിൽ 300 അടിക്കും എന്ന് പറഞ്ഞ ടീമാണ്. അതായത് ഈ ഒരു സീസണിൽ 300 അടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ടീമാണ്. ആദ്യത്തെ മത്സരത്തിൽ അവർ അതിന് അടുത്തെത്തുകയും ചെയ്തു. 286 വരെ എത്തി RRനെതിരെ. ഒരൊറ്റ ഷോട്ട് ഉണ്ടായിരുന്നെങ്കിൽ
IPL ഒരു 4 ഒരു 6 കൂടി വന്നായിരുന്നെങ്കിൽ IPL ഏറ്റവും ഉയർന്ന സ്കോർ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അവർ നേടിയേനെ. പക്ഷേ പിന്നീട് തുടർച്ചയായ 3 പരാജയങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇവർക്ക് ഇനിയൊരു തിരിച്ചു വരണമെങ്കിൽ, വിജയ വഴിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ബാറ്റിംഗ് തന്നെയാണ് രക്ഷ. ബോളിങ്ങിനെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ബോളിംഗ് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു പ്രശ്നം അവർക്ക് കഴിഞ്ഞ സീസണിലെ ഉണ്ടായിരുന്നു. ബോളിംഗ് കഴിഞ്ഞ സീസണിലെ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ സീസണിലെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബോളിംഗ് യൂണിറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ അറിയാതെ പോയതിന്റെ കാരണം ഇവരുടെ ബാറ്റിംഗ് കാരണമാണ്. അപ്പോൾ എല്ലാ കളിയും 200 മേൽ സ്കോർ ചെയ്യുന്നു, 250 സ്കോർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്ക് ബോളിംഗ് പ്രശ്നമുണ്ട്. ബോളിംഗും ഏകദേശം നല്ല റൺസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഹെവി മാർജിനിൽ വിൻ ഇവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിലായാലും 286 അടിച്ചിട്ട് വെറും 40 ഓഡ് റൺസിനാണ് ഇവർ ജയിച്ചത്. അപ്പം ഇവരുടെ ബോളിംഗിൽ ഈ പ്രശ്നം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയാതെ പോയത് ഇവരുടെ ബാറ്റിങ്ങിന്റെ ഇത് കാരണമാണ്. അപ്പോൾ ഇവരുടെ ബാറ്റിംഗ് തുടർച്ചയായി 3 മത്സരത്തിൽ ഫെയിൽ ആയപ്പോൾ നമുക്ക് ബോളിങ്ങിന്റെ കാര്യം ഒന്നുകൂടെ ഒരു സ്റ്റാർക്ക് എന്ന് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി. നേരത്തെ അവിടെ എക്സിസ്റ്റ് ചെയ്ത പ്രോബ്ലം തന്നെ ആയിരുന്നെങ്കിലും മത്സരം ജയിക്കുന്നു, അവരടിക്കുന്നു, നമ്മൾ കാര്യമായിട്ട് അതിന് വേണ്ട പരിഗണന കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ബാറ്റിംഗ് ഫെയിൽ ആയപ്പോൾ ഇനി ഇൻ കേസ് ഇവരുടെ ബാറ്റിംഗ് ഫെയിൽ ആയാൽ അതിനെ കവറപ്പ് ചെയ്യാൻ, അതിന് ആ ബാറ്റിംഗ് ഫെയിൽ ആയാലും കുഴപ്പമില്ല, ഒരു 150 150 മതി, ബാക്കി ഞങ്ങൾ ഡിഫെൻഡ് ചെയ്ത് പിടിച്ചോളാം എന്ന് പറയാൻ പറ്റിയൊരു ബോളിംഗ് യൂണിറ്റ് ഇവർക്കില്ല. ഇവരുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ബോളർ നമുക്കറിയാം പാറ്റ് കമിൻസ് ആണ്. പാറ്റ് കമിൻസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി നോക്കൂ. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം റൺസ് ഒരു പവർ പ്ലേയിൽ നല്ല അടി വീഴുകയാണെങ്കിൽ 5ാമത്തെയോ 6ാമത്തെയോ ഓവർ എറിയും. പിന്നെ അതുപോലെ മിഡിൽ ഓവേഴ്സിൽ അടി വീഴുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10, ചിലപ്പോൾ ഒരു 14 അങ്ങനെ എറിയും. പിന്നെ ഡെത്തിൽ വന്നിട്ട് ഒരു ഓവർ എറിയും. അങ്ങനെയാണ് കമിൻസ് സ്വയം വിനിയോഗിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ. ഇപ്പോൾ സീഷൻ അൻസാരി ഒരു അത്യാവശ്യം നല്ല ഫോമിലാണ്, വിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാലും ബാറ്റിംഗ് സ്റ്റെപ്പ് അപ്പ് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെ എല്ലാ മത്സരത്തിലും പവർ പ്ലേയിൽ ഇൻറോഡ് എതിർ ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം കഷ്ടത്തിലാവും. ഇപ്പോഴും ഞാൻ പറയുന്നു ഇവർ ജയിക്കേണ്ടത് ബാറ്റിംഗ് കൊണ്ടാണ്. ഇപ്പോൾ ജെയിംസ് ഫ്രാങ്ക്ലിനായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2-3 മത്സരത്തിലെ തോൽവി കൊണ്ട് തങ്ങളുടെ ബാറ്റിംഗ് അപ്രോച്ച് മാറ്റില്ല എന്നാണ്. ഇവർ ഈ ടെംപ്ലേറ്റ് മാറ്റാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇവർ കാരണം സക്സസ് തന്നൊരു ടെംപ്ലേറ്റ് അവരങ്ങനെ മാറ്റി കോഷ്യസ് ആയിട്ട് കളിച്ച് ചിലപ്പം ഇതിലും കൂടുതൽ പണി കിട്ടാനും സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇവരെ ടെംപ്ലേറ്റ് മാറ്റാൻ സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവരുടെ ബോളിംഗ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഇപ്പം ഉള്ള റിസോഴ്സസിനെ വെച്ച് മാക്സിമം ഔട്ട്പുട്ട് എടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പണ്ട് 2016 കണ്ടൊരു സൺറൈസേഴ്സ് അല്ല. അന്നൊക്കെയെന്ന് വെച്ചാൽ 160 റൺസ് സൺറൈസേഴ്സ് എടുത്താലും അത് ഡിഫെൻഡ് ചെയ്യും. 150 എടുത്താലും 140 എടുത്താലും ഡിഫെൻഡ് ചെയ്യാൻ തക്ക ഒരു ബോളിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്ന ടീമായിരുന്നു സൺറൈസേഴ്സ്. കാരണം നമ്മൾ നേരത്തെ സൺറൈസേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ അതൊരു ബോളിംഗ് ടീമായിരുന്നു. പക്ഷേ ഇതൊരു ബാറ്റിംഗ് ടീമാണ്. അപ്പോൾ അന്നത്തെ പോലെ ഇത് ഒരിക്കലും ഒരു ബോളിംഗ് ടീം അല്ല. ബാറ്റിംഗ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ ബാറ്റിംഗ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതോടൊപ്പം ബോളിംഗ് കൂടി ഇമ്പ്രൂവ് ആയാൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ നെറ്റ് റൺ റേറ്റിന് വലിയൊരു ഹിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 മത്സരങ്ങളും ജയിച്ച മത്സരങ്ങളാണെങ്കിൽ വലിയ മാർജിനിൽ ജയിക്കാമായിരുന്നു, പക്ഷെ ജയിച്ചില്ല. പിന്നീട് തോറ്റ മത്സരങ്ങളും നല്ല മാർജിനിലാണ് തോറ്റത്. ഇപ്പം LSGക്കെതിരെയായാലും DCക്കെതിരെയായാലും കൊൽക്കത്തക്കെതിരെയായാലും വലിയ മാർജിനിലാണ് തോറ്റത്. ഇപ്പം ബോൾസ് ബാക്കിയുള്ളത് വെച്ചായാലും റൺസിന്റെ കാര്യത്തിലായാലും വലിയ മാർജിനിൽ തോറ്റു. നെറ്റ് റൺ റേറ്റിന് നല്ല ഹിറ്റ് കിട്ടി. അപ്പോൾ ബാറ്റിംഗും അടുത്ത മത്സരത്തിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, അതുപോലെ ബോളിംഗും കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആക്കിയാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് മികച്ച രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.